രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കടുത്ത നിരാശ നൽകുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തെ ഇന്ധനവില ഉടൻ കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. എണ്ണവില കുറയുന്നതിനായി രാജ്യത്തെ ജനങ്ങൾ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വില കുറയ്ക്കാത്തതെന്നതിന് തികച്ചും വിചിത്രമായ ഒരു ന്യായീകരണമാണ് കേന്ദ്രമന്ത്രി നിരത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില ഗണ്യമായി കുറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കാത്തതെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. എണ്ണവില ഉടൻ കുറയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എണ്ണ കമ്പനികളുടെ നിലവിലത്തെ കച്ചവട തന്ത്രങ്ങളെ മുൻനിർത്തിയാണ് ഇതിന് ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ വിലക്കുറവ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിപ്പിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കേന്ദ്ര നിലപാട്. രാജ്യാന്തര വിപണിയിൽ നിലവിലുള്ള വിലക്കുറവ് പെട്ടെന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്നതിന് എണ്ണ കമ്പനികളുടെ കൈവശമുള്ള സ്റ്റോക്കിനെയാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് അതീവ ഉയർന്ന വിലയുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ എണ്ണ കമ്പനികൾ വാങ്ങി സംഭരിപ്പിച്ച എണ്ണയാണ് ഇപ്പോൾ രാജ്യത്ത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന വില നൽകി വാങ്ങിയ ഈ ഇന്ധന ശേഖരം വിറ്റ് തീരാതെ കമ്പനികൾക്ക് പുതിയ കുറഞ്ഞ നിരക്കിലേക്ക് മാറാൻ സാധിക്കില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ദിവസേന വില പുതുക്കുന്ന സംവിധാനം രാജ്യത്തുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ സമയമെടുക്കുമെന്നാണ് മന്ത്രി ഓർപ്പിക്കുന്നത്. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുണ്ടാകണമെങ്കിൽ ഇനിയും കുറഞ്ഞത് 2-3 മാസമെങ്കിലും സമയമെടുക്കുമെന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരി അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഉയർന്ന നിരക്കിൽ വാങ്ങിയ പഴയ എണ്ണയുടെ വിപണനം പൂർണ്ണമായും അവസാനിച്ചാൽ മാത്രമേ വിലക്കുറവിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എണ്ണവില കുറഞ്ഞിരിക്കുന്ന നിലവിലത്തെ അന്താരാഷ്ട്ര സാഹചര്യം രാജ്യം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ചും മന്ത്രി തന്റെ വിശദീകരണത്തിൽ കൂട്ടിച്ചേർത്തു. ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിനായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം ഇന്ത്യ കൃത്യമായി പ്രയോജനപ്പെടുത്തണം. രാജ്യത്തെ ഇന്ധന സംഭരണ ശേഷി ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി ഉഭയകക്ഷി പങ്കാളിത്തമുള്ള സാമ്പത്തിക ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ അതിന് കാരണമായി ആഗോളതലത്തിലുള്ള വൻ പ്രതിസന്ധികളിലേക്കാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷവും അന്താരാഷ്ട്ര ഇന്ധന വിപണിയെ എങ്ങനെയാണ് പിടിച്ചുലച്ചതെന്ന് മന്ത്രി അക്കമിട്ട് നിരത്തുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളെ വിലക്കയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ എത്രത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളും കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോള വിപണിയിലെ അസ്ഥിരത ഇന്ത്യയിലെ വില നിർണ്ണയത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ കുതിച്ചുയർന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂൺ 30 വരെയുള്ള കാലയളവിൽ ആഗോള വിപണിയിൽ എണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കുകളിലേക്ക് എത്തിയിരുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ആഗോള വിപണിയിൽ വില വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് മേൽ ആ ഭാരം പൂർണ്ണമായും അടിച്ചേൽപ്പിക്കാതിരിക്കാൻ എണ്ണ കമ്പനികൾ ശ്രമിച്ചുവെന്നാണ് കേന്ദ്ര നിലപാട്. അന്താരാഷ്ട്ര വിപണിയിലേതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ രാജ്യത്ത് ഇന്ധനം വിറ്റഴിച്ചത് വഴി പൊതുമേഖല ഇത്തരത്തിൽ ആഗോള വിലവർദ്ധനവിന്റെ ഭാരം ജനങ്ങളിലേക്ക് കൈമാറാതെ കമ്പനികൾ തന്നെ നേരിട്ട് ഏറ്റെടുത്തത് വഴി ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് ആകെ 74,781 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. എണ്ണ കമ്പനികൾക്കുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ മന്ത്രി ഇതോടെ പുറത്തുവിട്ടു. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവ് കണക്കിലെടുത്ത് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന വലിയൊരു പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. എണ്ണ കമ്പനികളുടെ കയ്യിലുള്ള പഴയ സ്റ്റോക്കും അവർക്കുണ്ടായിരുന്ന 74,781 കോടിയുടെ നഷ്ടവും മുൻനിർത്തിയുള്ള ഈ വിശദീകരണം വരും ദിവസങ്ങളിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.